السلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കിതാബ് എന്ന് പറയുന്നത് ഇമാം അബു ഇബ്രാഹിം ഇസ്മായിൽ ഇബ്ൻ യഹ്യ അൽ മുസനി റഹ്മഹുള്ളയുടെ ഷർഹ് സുന്ന എന്ന് പറയുന്ന കിതാബാണ്. ഇമാം അബു ഇബ്രാഹിം അൽ മുസനി റഹ്മഹുള്ള ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും മുതിർന്ന ശിഷ്യനാണ്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്നത് ഫിഖ്ഹിന്റെ വിഷയത്തിലാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മദ്ഹബ് തന്നെ ഉണ്ട്. അദ്ദേഹം ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഒരുപാട് കിതാബുകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന കിതാബ്, അതുപോലെ റിസാല ഉസൂലുൽ ഫിഖ്ഹിൽ ആദ്യമായിട്ടുള്ള കിതാബാണത്. എന്നാൽ അതിലേറെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള വിഷയമാണ് ഇമാം ഷാഫിഈ അഖീദയുടെ വിഷയം എന്ന് പറയുന്നത്. അദ്ദേഹം അഹ്ലുൽ കലാമിന്റെ ആളുകളുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അഹ്ലുർ റഈന്റെ ആളുകളുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളക്ക് ഇമാം ഷാഫിഈയെ അത്രമേൽ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു കാരണത്താലാണ്, അദ്ദേഹത്തിന്റെ അഖീദയോടുള്ള സ്നേഹം കാരണത്താല്. ഇമാം ഷാഫിഈയുടെ അഖീദ ശർഹ് ഉസൂൽ ഇഅ്തിഖാദി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ലാലക്കായി എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അതെല്ലാം ഇന്നത്തെ സലഫികൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് അഖീദയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ കാര്യം മാത്രമല്ല, ഇമാം ലാലക്കായി സഹാബിമാർ മുതൽ അദ്ദേഹത്തിന്റെ 5-ാം നൂറ്റാണ്ടിലുള്ള ഇമാം ലാലക്കായുടെ കാലം വരെയുള്ള അയിമ്മത്തുകളുടെ അഖീദ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അതെല്ലാം എന്താണ്, സലഫികളുടെ അഖീദ തന്നെയാണ്. ഇന്ന് സലഫികൾ വിശ്വസിക്കുന്ന അഖീദയാണ്. അപ്പോ ഇമാം ഷാഫിഈ റഹ്മഹുള്ള, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെയുള്ള എല്ലാ അയിമ്മത്തുകളുടെയും അഖീദ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇമാം അഹ്മദ് റഹ്മഹുള്ളാന്റെ കിതാബുകൾ, നിരവധി കിതാബുകൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് അയിമ്മത്തുകൾ, ഇമാം ബർബഹാരി റഹ്മഹുള്ള, ഇബ്നു മൻദ റഹ്മഹുള്ള, അതുപോലെ ഇദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ഇബ്നു ഖുസൈമക്ക് ഒരു കിതാബുണ്ട്, വലിയ കിതാബ്, കിതാബ് തൗഹീദ് എന്ന പേരിൽ. ആ കിതാബ് ഇന്നത്തെ അശ്അരികളായ ആളുകളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരാവട്ടെ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളാവട്ടെ, തരീഖത്ത്, ഇവരൊക്കെ അശ്അരികളാണ് അല്ലെ. ഇവരെല്ലാം ആ കിതാബിനെ പരിചയപ്പെടുന്ന കിതാബ് ഷിർക്ക് എന്ന പേരിലാണ്, കിതാബ് തൗഹീദിന്. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ആ കിതാബ് എഴുതിയിട്ടുള്ളത്. അപ്പോ സലഫികളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയാണുള്ളത്. നേരെ എന്താണ്, സഹാബിമാരിൽ നിന്ന് വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഖീദ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അഖീദയിലാണ് സലഫികൾ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഓരോ അയിമ്മത്തുകളിൽ നിന്നും എന്ത് വിശദമായ അഖീദ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഖീദയിൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയെ പോലുള്ള അയിമ്മത്തുകൾ, ഇമാം ബുഖാരിക്ക് ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന കിതാബുണ്ട്. അതൊക്കെ സലഫി അഖീദയിലാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ തന്നെ ഒരുപാട് കിതാബുകളുണ്ട് അഖീദയുമായി ബന്ധപ്പെട്ടുള്ള, കിതാബുൽ ഈമാൻ, അതുപോലെ തന്നെ കിതാബുൽ അത്സാം ബിൽ കിതാബ് സുന്ന, അങ്ങനെയുള്ള, അതുപോലെ കിതാബ് തൗഹീദ്, സഹീഹ് ബുഖാരിയുള്ള കിതാബാണ് അത്. ഇതെല്ലാം എന്താണ്, ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇതിനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് സലഫികൾ എന്ത് ചെയ്യുന്നത്, പിന്തുടരുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ മദ്ഹബിൽ അറിയപ്പെടുന്ന ഒരു ആലിമാണ് അബുൽ മുദഫർ അസ്സംആനി റഹിമഹുള്ള. അബുൽ മുദഫർ അസ്സംആനി റഹിമഹുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് തഫ്സീർ ഉണ്ട്, അതുപോലെ തന്നെ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ومما يدل على أن أهل الحديث على الحق أنك لو طالعت جميع كتبهم المصنفة من أولها إلى آخرها قديمها وحديثها وجدتها مع اختلاف بلدانهم وزمانهم وتباعد ما بينهم في الديار وسكون كل واحد منهم قطرا من الأقطار في بيان الاعتقاد على وتيرة واحدة ونمط واحد يجرون فيه على طريقة لا يحيدون عنها ولا يميلون عنها. എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, പല കാലങ്ങളിലായിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫുകളുടെ കാലത്ത് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ വായിക്കപ്പെടുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണ്, പല സ്ഥലങ്ങളിലായിട്ട് എഴുതപ്പെട്ടുള്ളതാണ്. ഈ എഴുതിയ ആളുകൾ തമ്മിൽ ഒന്നും എന്തില്ല, പരസ്പരം മീറ്റ് ചെയ്തില്ല. മെജോറിറ്റി ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അതെല്ലാം നോക്കുന്ന സമയത്തും ഒരേ ആശയത്തിലായിരിക്കും, ഒരേ ശൈലിയായിരിക്കും മുഴുവൻ കിതാബുകൾക്ക് ഉണ്ടാവുക. എല്ലാവരും ഒരു മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തമ്മിൽ ചർച്ച ചെയ്ത് എഴുതിയതുപോലെ ഉണ്ടാകും ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്. ഖുലൂബുഹും ഫി ദാലിക അലാ ഖൽബിൻ വാഹിദ് വനഖ്ലുഹും ലാ തറാ ഫീഹി ഇഖ്തിലാഫൻ വലാ തഫറുഖ ഫീ ശൈഇൻ മാ വഇൻ ഖല്ല. ഒരു ചെറിയ വിഷയത്തിൽ പോലും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. എല്ലാം ഒരേ അഖീദയിൽ സലഫുകളുടെ കാലത്ത് എഴുതപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഉജറ അല ലിസാനിൻ വാഹിദ്, ഒരേ ഭാഷയിലാണ് എഴുതപ്പെട്ടുള്ളത്, ഒരേ ശൈലിയിൽ. അപ്പൊ ഈ കിതാബുകളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എല്ലാം അത് ചുരുക്കിയിട്ടാണ് അദ്ദേഹം സലഫി അഖീദ എന്ത് ചെയ്തിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ള മദ്ഹബ് എന്ന് പറയുന്നത് ഷാഫിഈ മദ്ഹബാണ് അല്ലെ. ഈ ഷാഫിഈ മദ്ഹബിന്റെ 6-ാം നൂറ്റാണ്ട് വരെയുള്ള അയിമ്മത്തുകളിൽ ഏറ്റവും മെജോറിറ്റി ഉണ്ടായിരുന്ന ആരാണ്? സലഫികളായിട്ടുള്ള അഹ്ലുൽ ഹദീസ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഈ ഒരു കിതാബ് എന്ന് പറയുന്നത് അൽ ഇത്തിജാഹ് അസ്സലഫി ഇൻദ ഷാഫിഇയ്യ ഹത്ത അൽ ഖർൻ അസ്സാദിസ് അൽ ഹിജ്രി, 6-ാം നൂറ്റാണ്ട് വരെയുള്ള ഷാഫിഈ മദ്ഹബിലെ ഉലമാക്കളുടെ അഖീദയാണത്. അതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാം വിവരിച്ചിട്ടുള്ള അതേ അഖീദയാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ, അവരുടെയൊക്കെ അഖീദ എടുക്കാൻ കഴിയുന്നത്. ഇമാം ഷാഫിയുടെ അഖീദ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരൊക്കെ. അതിൽ പ്രധാനിയാണ് ഇമാം അബൂബക്കർ അബ്ദുല്ലാ ഇബ്നു സുബൈർ അൽ ഹുമൈദി അൽ മക്കി. ചുരുക്കി പറഞ്ഞാൽ ഇമാം അൽ ഹുമൈദി. അദ്ദേഹം ഓൾമോസ്റ്റ് ഇമാം ഷാഫിയുടെ സെയിം ഏജ് ആണ്. അതുപോലെ തന്നെ ഒരേ തബഖയിലുള്ള ആളുകളാണ്. പക്ഷേ ഇമാം അഹ്മദ് റഹ്മഹുള്ള പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഇമാം ഷാഫിയിൽ നിന്ന് പഠിക്കണം. കാരണം അദ്ദേഹത്തെ പോലെ അഖീദയിൽ ഇൽമുള്ള മറ്റാരുമില്ല എന്നുള്ളതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഹുമൈദിയോട് പറയുന്നത്. അങ്ങനെ പിന്നെ മരണം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം ഹുമൈദി ഇമാം ഷാഫിയുമായിട്ട് ആ ഒരു സഹവാസവും അതുപോലെ തന്നെ പഠിക്കലും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇമാം അഹ്മദ് ആരാണ്? ഇമാം സുന്നി അൽ ഇമാം അൽ മുബജ്ജൽ സഹവലല്ല, അത്രയും വലിയ ഇമാമായിട്ടുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ എത്ര ആദരിക്കാറുണ്ടായിരുന്നു ഇമാം ഷാഫിയെ, അദ്ദേഹത്തിന്റെ അഖീദയും. അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത് അന്നത്തെ ആർക്കും അറിയണ്ടായിരുന്നില്ല ഈ രീതിയിൽ. അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം ഹുമൈദി റഹിമഹുല്ലാഹ്. പിന്നെ അബൂ യാക്കൂബ് യൂസുഫ് അൽ ബുവൈത്തി റഹിമഹുല്ലാഹ്. അബൂ യാക്കൂബ് യൂസുഫ് അൽ ബുവൈത്തി, അദ്ദേഹം മറ്റ് വിദ്യാർത്ഥികളെക്കാളും പ്രായം കുറവാണെങ്കിലും ഇമാം ഷാഫിഈ പറയുന്നത് എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും അറിവുള്ള ആരാണ്, ഇമാം ബുവൈത്തിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ മരണശേഷം എൻ്റെ കുർസിയിൽ ഇരിക്കേണ്ടത് ആരാണ്, ബുവൈത്തിയാണെന്നുള്ളതാണ് ഇമാം എന്ത് ചെയ്തിട്ടുള്ളത്, ഷാഫിഈ അദ്ദേഹം ഹുമൈദിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ബുവൈത്തി റഹ്മഹുല്ലാഹ്
അതിനു മുമ്പായിട്ട് നമ്മൾ ഹുമൈദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉസൂലുസ് സുന്ന എന്ന് പറഞ്ഞ കിതാബുണ്ട് അഖീദയിൽ, എല്ലാം ഈ ശർഹ് സുന്നയോട് യോജിക്കുന്ന. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസൂലുസ് സുന്നയോട് യോജിക്കുന്ന, എല്ലാം ഒരേ തരത്തിലാണ് എന്തുള്ളത് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ബോയത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരിൽ ഈജിപ്തിലുള്ള ഖാദിമാരിൽ ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുകയും അങ്ങനെ ബഗ്ദാദിലേക്ക് ഇദ്ദേഹത്തിനെതിരിൽ കത്തെഴുതുകയും അങ്ങനെ അദ്ദേഹത്തെ ബഗ്ദാദിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. എന്തിനാണ്? അദ്ദേഹത്തിനെതിരെ എന്താണ് ആരോപിക്കപ്പെട്ടുള്ളത്? അദ്ദേഹത്തിന് ഖുർആൻ അള്ളാന്റെ കലാമാണ്, മഖ്ലൂഖ് അല്ല എന്നുള്ള വാദം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ആരോപിക്കപ്പെട്ടുള്ളത്. അദ്ദേഹം അതിൽ അടിയുറച്ചു നിന്നു. എന്നിട്ട് ആ ഒരു ഇമാം അഹ്മദ് പീഡിപ്പിക്കപ്പെട്ടതുപോലെ ആ വിഷയത്തിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയും എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജയിലിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫവല്ലാഹി ലഅമൂതന്ന ഫി ഹദീദി ഹാദാ ഹത്താ യഅതി മൻ ബഅദി ഖൗമുൻ യഅലമൂന അന്നഹു മാത ഫി ഹാദാ ശഅൻ ഖൗമുൻ ഫി ഹദീദിഹിം. ഞാൻ ഈ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശേഷം വരുന്ന ആളുകൾ അറിയണം, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മരണം വരിച്ചിട്ടുണ്ട്. ഏതിനു വേണ്ടിയിട്ട്? ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കൂടിയാണ് ഞാൻ മരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അടുത്തതായിട്ട് ഇമാം മുസനിയാണ്. ഇമാം മുസനി, അദ്ദേഹം ഇസ്മായിൽ ബിൻ യഹ്യ അൽ മുസനി, അദ്ദേഹത്തിന്റെ കിതാബാണ് ശർഹ് സുന്ന എന്ന് പറയുന്ന കിതാബ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ സുറൈജ്, അദ്ദേഹവും ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹത്തിനും അഖീദയിൽ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന് അഖീദയിൽ ഒരു ഗ്രന്ഥമുണ്ട്. അത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഇജ്തിമാ അൽ ജുയൂഷിൽ ഇസ്ലാമിയയിൽ അതും പൂർണ്ണമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇമാം ഷാഫിയുടെ മദ്ഹബിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഇമാം ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ കിതാബാണല്ലോ കിതാബ് തൗഹീദ് എന്ന പേരിൽ. അത് ശർഹ് സുന്ന പോലെ ചെറിയ കിതാബല്ല, മറിച്ച് വിശദമായിട്ടുള്ള കിതാബാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിവരിക്കുന്ന. അപ്പോ അദ്ദേഹം ഈ മുസനിയുടെ ശിഷ്യനാണ്. ഇമാം മുസനി തന്നെ പറയുന്നുണ്ട്, ഇബ്നു ഖുസൈമ എന്നെക്കാളും ഇൽമുൽ ഹദീസിൽ ഇൽമുള്ള ആളാണ് എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ അഖീദയോ, അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ അഖീദയൊന്നും നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബ് സ്വയം വാദിച്ച് നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറില്ല, ഒരിക്കലും എടുക്കാറോ പഠിപ്പിക്കാറോ വായിക്കാറോ ഒന്നും തന്നെയില്ല. ഇനി അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ മദ്ഹബിൽ വരുന്ന പ്രധാനപ്പെട്ട ആളാണ് അബു മൻസൂർ അൽ അസ്ഹരി റഹ്മഹുല്ലാഹ്. അദ്ദേഹവും വളരെ പ്രധാനപ്പെട്ട ഇമാമാണ്. അതുപോലെ ഇമാം അബൂബക്കർ അൽ ഇസ്മാഈലി റഹ്മഹുല്ലാഹ് ഹിജ്റ 371 വഫാത്തായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അഖീദയിൽ ഗ്രന്ഥമുണ്ട്, ഇഅ്തിഖാദു അഇമ്മത്തുൽ ഹദീസ് എന്നുള്ള ഗ്രന്ഥമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് അബൂ ഹാമിദ് അൽ ഇസ്ഫറായിനി റഹ്മഹുല്ലാഹ്, അദ്ദേഹവും വളരെ പ്രധാനപ്പെട്ടുള്ള ഇമാം ഷാഫിയുടെ മദ്ഹബിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആളാണ് ഇമാം ലാലക്കായി റഹ്മഹുല്ലാഹ്. ഇമാം ലാലക്കായി, അദ്ദേഹത്തിനാണ് ഇത് 9 വാള്യമുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിവരിക്കുന്ന കിതാബ് ഉള്ളത്. 9 വാള്യം. അത് സഹാബിമാർ മുതൽ അദ്ദേഹത്തിന്റെ കാലത്തുള്ള അയിമ്മത്തുകളുടെ അതുവരെയുള്ള എത്ര അയിമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, എത്ര സഹാബിമാര്, എത്ര താബിഈങ്ങള്, താബിഈങ്ങള്, 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലുള്ള അയിമ്മത്തുകൾ, അവരുടെ എല്ലാം അഖീദകൾ വേറെ വേറെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ അത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, ഇതാണ് യഥാർത്ഥ എന്ത് സഹാബത്തിന്റെ അഖീദ, താബിഈങ്ങളുടെ അഖീദ എന്നുള്ളത്. ശേഷം അതുപോലെ തന്നെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള ദലീലുകളൊക്കെ അവക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ലാലക്കായി റഹ്മഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. ഇമാം ലാലക്കായി ഷാഫിഈ മദ്ഹബുകാരനാണ്. അതുപോലെ തന്നെയാണ് ഇമാം അബുൽ ഖാസിം അസ്സൻജാനി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് അഖീദയിൽ. അതാണ് അൽ ഖസീദത്തുർ റഈയ ഫി സുന്ന എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അബുൽ മുദഫർ അസ്സംആനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് തഫ്സീറുള്ള ആളാണ്. അതുപോലെ തന്നെ ഇൻതിസാർ ലി അസ്ഹാബിൽ ഹദീസ് എന്ന് പറയുന്ന ഒരു കിതാബും എഴുതിയിട്ടുണ്ട്. അതൊക്കെ അതുപോലെ ഖവാത്തിഉൽ അദില്ല എന്ന് പറയുന്ന കിതാബ്, ഇതൊക്കെ സലഫി അഖീദയാണ്. അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് വരുന്നതാണ് ഇമാം ബഗവി റഹിമഹുല്ലാഹ്. ബഗവി അറിയപ്പെട്ട മുഫസ്സിറാണ് അല്ലെ. അതുപോലെ തന്നെ ശർഹുസ്സുന്ന എന്ന് പറയുന്ന കിതാബ്, വലിയ കിതാബ് അദ്ദേഹത്തിനും ഉണ്ട്. അദ്ദേഹവും അറിയപ്പെടുന്ന അഹ്ലുൽ ഹദീസിലെ സലഫി മനഹജിലെ അറിയപ്പെടുന്ന ഇമാമാണ്. അബു നുഐം അൽ അസ്ബഹാനി, അദ്ദേഹത്തിനും ശേഷം വരുന്നതാണ് അബു നുഐം അൽ അസ്ബഹാനി, അദ്ദേഹത്തിനും അഖീദയിൽ കിതാബുണ്ട്. അതുപോലെ തന്നെ ഇമാം അബുൽ ഹസൻ അൽ ഖർജി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനും വളരെ അറിയപ്പെടുന്ന ഒരു കിതാബ് അഖീദ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലുണ്ട്. പിന്നെ ഖിവാമുസ്സുന്ന അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജ എന്ന് പറയുന്ന 2 വാള്യമുള്ള വലിയ കിതാബുണ്ട്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കിതാബാണ്. എന്താണോ ഇബ്നു തൈമിയ്യ വിശദീകരിച്ചുള്ളത് അത് തന്നെയാണ് പരിപൂർണമായിട്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അൽ ഇമാം അബു സക്കരിയ സൽമാനി, അതുപോലെ ഇമാം അൽ ഇമ്രാനി യമനിൽ, അവർക്കൊക്കെ കിതാബുകളുണ്ട് കേട്ടോ അഖീദ വിവരിക്കുന്ന. അതുപോലെ ഇമാം മജ്ദുദ്ദീൻ ദിമഷ്ഖി, അബ്ദുൽ ഖാഹിർ തിബ്രീസി, ശേഷം ഇമാം ദഹബി, ഇമാം ഇബ്നു കസീർ, ഇവരൊക്കെ ഷാഫിഈ മദ്ഹബിലുള്ളവരാണ്. ഇവരൊക്കെ ആരാണ്? ഇമാം ദഹബിക്ക് അൽ ഉലു എന്ന് പറയുന്ന വലിയ കിതാബ്, 2 വാള്യങ്ങളിലുള്ള വലിയ കിതാബുണ്ട്. ശേഷം മഖരീസി എന്ന് പറയുന്ന വലിയ ഇമാം വന്നു ഈജിപ്തിൽ, അദ്ദേഹത്തിന്റെ കിതാബാണ് തജ്രീദു തൗഹീദ് അൽ മുഫീദ് എന്ന് പറയുന്നത്. അതെല്ലാം തൗഹീദും അതുപോലെ തന്നെ സലഫി അഖീദയും വിവരിക്കുന്ന കിതാബുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലുള്ള ആദ്യകാലത്തെ അയിമത്തുകൾ മുഴുവൻ ആരായിരുന്നു? സലഫി അഖീദയിലുള്ളവരാണ്. പിന്നീട് പിൽക്കാലത്ത് വന്നവരിലാണ് എന്ത് അശ്അരി മദ്ഹബിലേക്കുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മൂടി വെക്കുകയാണ് എന്ത് ചെയ്യുന്നത്? അശ്അരികളായ ആളുകൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇമാം ഷാഫിഈയുടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അഖീദ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം എന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് യോജിക്കുന്ന, പരിപൂർണമായി യോജിക്കുന്ന അഖീദയാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ലാമി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹാദ ഇഅ്തിഖാദു ശാഫിഈ വ അഹ്മദ് വ അബി ഹനീഫത, ഹാദ ഇഅ്തിഖാദു ശാഫിഈ വ മാലിക് വ അബി ഹനീഫത ثم അഹ്മദ് യുൻഖലു. ഇത് ഈ അയിമത്തുൽ അർബഅയുടെ അഖീദയാണ്, അതുപോലെ തന്നെ സലഫുകളുടെ അഖീദയാണെന്ന് വിവരിക്കുന്നുണ്ട്. ഇനി ശർഹുസ്സുന്ന എഴുതിയിട്ടുള്ളത് ഇമാം അബു ഇബ്രാഹിം ഇസ്മായിൽ ബിൻ യഹ്യ അൽ മുസനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈജിപ്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജീവിച്ച് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് ഇമാം തഹാവി, അബു ജഅഫർ അത്തഹാവി റഹിമഹുല്ലാഹ്. അൽ അഖീദത്തു തഹാവി എന്ന് പറയുന്ന കിതാബ് എഴുതിയ ആള് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളാണ്. എന്ന് പറഞ്ഞാൽ ഇമാം തഹാവിയുടെ ഖാലാണ് ആര്? ഇമാം മുസനി റഹിമഹുല്ലാഹ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ മുസനി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഖബീലയാണ്, മുസൈന എന്ന് പറയുന്ന ഖബീല. ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന്, അയിമ്മത്തുകളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കാന ഖലീല റിവായ വലാകിൻ കാന റഅസൻ ഫിൽ ഫിഖ്. അദ്ദേഹത്തിന് ഹദീസുകൾ കുറവായിരുന്നു, ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷെ എന്താണ്? ഫിഖിലെ നേതാവാണ്, ഇമാമുദ്ദുനിയാണ് ഫിഖിന്റെ വിഷയത്തില്. പിന്നെ നമ്മൾ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞു. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായിട്ടുള്ള ഇമാം തഹാവി തന്നെയാണ്. അതുപോലെ ഇബ്നു ഖുസൈമ അൽ ഹാഫിദ് അബൂബക്കർ ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദ് എഴുതിയിട്ടുള്ള ഇമാം ഇബ്നു ഖുസൈമ. അതുപോലെ നിരവധി എന്ത് ചെയ്യുന്നുണ്ട്?
ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് സക്കരിയ അസ്സാജി റഹിമഹുള്ള ഒക്കെ. അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഷർഹ് സുന്ന പോലുള്ള ഒരുപാട്, അല്ലെങ്കിൽ വിശദമായിട്ട് ഫിഖിന്റെ വിഷയത്തിലാണ് കൂടുതൽ കിതാബുകൾ എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് അൽ മുഖ്തസർ എന്ന് പറയുന്ന കിതാബ്. അൽ മുഖ്തസർ, ആ കിതാബ് അത് ഒരു മസ്അല അതിൽ എഴുതിയാൽ നേരെ എന്ത് ചെയ്യും, എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മസ്അല എഴുതുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കിതാബിനെ സംബന്ധിച്ച് പറയുന്നത് എന്ത്, ആ കിതാബ് ലോകത്തെല്ലായിടത്തും എത്തി. ഇന്നും ഷാഫി മദ്ഹബിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബ് അതിന്റെ ഷർഹ് ചെയ്ത്, പിന്നെ അതിനെ ഇഖ്തിസാർ ചെയ്ത്, പിന്നെ ഷർഹ് ചെയ്ത്, പിന്നെ ഇഖ്തിസാർ ചെയ്ത്, അങ്ങനെ അതിൽ നിന്ന് ചുരുങ്ങി വന്ന കിതാബുകളാണ് ഇന്നും പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ആ കിതാബിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഖാനത്തിൽ ബിഖർ യകൂനു ഫി ജിഹാസിഹ നുസ്ഖത്തും ബി മുഖ്തസർ അൽ മുസനി എന്ന് പറഞ്ഞാൽ, ഒരു ബിഖറിന്റെ അടിയിലും എന്തുണ്ടാകും, ഈ ഒരു കിതാബ് ഉണ്ടാകും. അങ്ങനെ ഒരാളും ആണും പെണ്ണും ഇത് കിതാബ് ഇല്ലാത്തതായിട്ട് ഒഴിവില്ല എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇബാദത്തിന്റെ വിഷയത്തില് ഇദ്ദേഹത്തെക്കാളും ഇബാദത്തിൽ അറിയപ്പെട്ടതായിട്ട് മറ്റൊരാളും ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരിലും ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ആളുകൾ പറയുന്നുണ്ട്. ഉമർ ഇബ്നു ഉസ്മാൻ അൽ മക്കി പറയുന്നു, മാ റഅയ്തു അഹദ മിനൽ മുതഅബ്ബിദീൻ ഫി കസറതി മാ ലഖീതു മിൻഹും അശദ്ദ ഇജ്തിഹാദൻ മിനൽ മുസനി. മുസനിയെക്കാളും ഇബാദത്തിൽ ഇജ്തിഹാദ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് അയ്ബത്തുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മുസനിയെക്കാളും ഇബാദത്തിൽ ഇജ്തിഹാദ് ഉള്ള ആരെയും കണ്ടിട്ടില്ല. വല അദ്വമ അലൽ ഇബാദത്തി മിൻഹു, ഇബാദത്തിന്റെ മുസനിയെക്കാളും മുദാവമത്തുള്ള ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഇമാം ഷാഫി റഹിമഹുള്ളയെ ആ വിഷയത്തിൽ പരിപൂർണമായിട്ട് എന്ത് ചെയ്താണ്, മാതൃകയാക്കിയതാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല, ഖാദി സ്ഥാനം വഹിച്ചിട്ടില്ല, ഖാദി സ്ഥാനം ഏറ്റെടുത്തില്ല. അതെന്തുകൊണ്ടാണ്? വറഅ കാരണത്താലാണ്, സൂക്ഷ്മത കാരണത്താണ്. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മക്കളോടൊക്കെ കൽപ്പിച്ചുള്ള കാര്യമാണ് എന്ത്, നിങ്ങൾ എന്ത് ചെയ്ത് ഖാദി സ്ഥാനം ഏറ്റെടുക്കരുത്. ഇമാം സുഫിയാൻ സൗരി ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ. അതൊക്കെ സൂക്ഷ്മത കാരണത്താലാണ്. അതിൽപ്പെട്ടതാണ് ഇമാം മുസനി എന്ത് ചെയ്തിട്ടില്ല, ഖാദി സ്ഥാനം വഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ വഖാന ഖാനിഅൻ ഷരീഫൻ നഫ്സ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, വളരെ അഭിമാനിയായിട്ടുള്ള ആളായിരുന്നു എന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ്, ഖാന യഗ്സിലുൽ മൗത തഅബ്ബുദൻ വഹ്തിസാബൻ, മയ്യത്ത് കുളിപ്പിക്കാറുണ്ടായിരുന്നു ധാരാളമായിട്ട്, അത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നുള്ളത്. അദ്ദേഹമാണ് ഇമാം ഷാഫിയുടെയും ജനാസ കുളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഹൃദയത്തിന് റിഖത്ത് വരാൻ വേണ്ടിയാണ് അത് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഹിജ്റ 264 മരിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 89 വയസ്സുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ജനാസ അടക്കപ്പെടുന്നത്, ദഫൻ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഇമാം ഷാഫിയുടെ ഖബറിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു കിതാബ് ഷർഹ് സുന്ന എന്ന് പറയുന്ന കിതാബ് എഴുതാനുള്ള കാരണം എന്താണ്? ഷർഹ് സുന്ന എന്ന് പറയുന്ന കിതാബ് എഴുതാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ അഖീദയെ സംബന്ധിച്ചുള്ള ചില ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എതിരിൽ ചില ആരോപണങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിലും ഒക്കെ ചില തെറ്റായ വാദങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവരിൽ ചില ആളുകൾ ഇമാം മുസനിയോട് അത് അറിയിക്കുകയും ഇമാം മുസനി എന്ത് ചെയ്യുന്നത്, ഈ കിതാബ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഷർഹ് സുന്ന എന്ന പേരിൽ. പിന്നെ ഇതിന് സമാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സരീഹ് സുന്ന എന്ന് പറയുന്ന ഇമാം തബരിക്ക് ഒരു കിതാബുണ്ട്. മുഫസ്സിർ ആയിട്ടുള്ള ഇമാം തബരി, അദ്ദേഹം സലഫി അഖീദ ഉള്ള ആളാണ്. അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതാനുള്ള, അദ്ദേഹത്തിന്റെ സരീഹ് സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതാനും സെയിം കാരണമാണുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് ആരോപണം വന്നു, ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയുന്ന വാദമുണ്ട് എന്നുള്ള ആരോപണം വന്നപ്പോഴാണ് അദ്ദേഹം സരീഹ് സുന്ന എന്ന് പറയുന്ന കിതാബ് എഴുതിയിട്ടുള്ളത്.
അതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന കിതാബ് എഴുതാനൊക്കെ കാരണമായിട്ടുള്ളത് എന്താണ്? ഇതേ ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ വന്നു. ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്നുള്ള ആരോപണം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് വിശദമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇമാം ബുഖാരി എഴുതുന്നത്, ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നത്. പിന്നെ ഈ ഒരു കിതാബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ കിതാബാണ് എങ്കിൽ പോലും പ്രധാനപ്പെട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എല്ലാം ഇതിൽ നിന്ന് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അൽഫാദുകൾ എന്ന് പറയുന്നത്, പദങ്ങൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പദങ്ങളാണ്. ഒരുപാട് ആശയങ്ങൾ കവർ ചെയ്യുന്ന പദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നേരെ കിതാബിലേക്ക് കടക്കാം. വഹാദ വല്ലാഹു ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.